നരകത്തിലേറ്റം ശിക്ഷ താണവനന്ന് കൊടുക്കുന്നതാ തീയാല രണ്ട് ചെരിപ്പുകൾ ധരിച്ചാലുടൻ പതക്കുന്നതാ തലച്ചോറുകൾ ഉരുളിക്കകം ചൂടേറ്റതായി തിളക്കുന്ന എണ്ണക്ക് സാമ്യം എന്ന് തോന്നുമതെന്നാ. അതുമാത്രമല്ല അവനുള്ള ചെവികൾ രണ്ടും തീക്കട്ടയായി മറിയുന്നതാണണപ്പല്ലും. കൂടാതെ ചുണ്ടുകൾ രണ്ടും അപ്പോൾ തന്നെ ജ്വലിക്കുന്നതാ തീയാൽ അതെല്ലാം പൊന്നെ. എന്തിന് പറയുന്നുള്ളിലെ കുടലൊക്കെയും പുറത്തേക്ക് വരുമെന്താണ് കഥമിൽ കൂടിയും. നരകത്തിൽ ഇന്നേറ്റം ഭയങ്കര ശിക്ഷയും അവനുള്ളതാ എന്നാണ് ഭാവന തന്നെയും. തൻബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. അത് ബാബു സിഫത്തിന്നാർ അതിൽ വിവരിച്ചതാ. നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷമൂത്ത പാമ്പതിലുണ്ട് ഉഗ്രം തേളുകൾ. തേളിൻ്റെ പല്ലിന് നഹ്ല് പോല നീളവും എന്ന് ഇബ്നു മസ്ഊദാൽ പുലർന്നീ വാക്യവും. കൂടാതെ അവർക്കെത്തുന്നതാണൊരു ദാഹവും, അപ്പോൾ അവർ തെണ്ടുന്നു കിട്ടാൻ വെള്ളവും. വർഷം 1000 തെണ്ടിയാലൊരു മേഘവും വെളിവാകും, അപ്പോൾ വരും അവർക്കതിൽ മോഹവും. സുബ്ഹാന റബ്ബി ചൊരിയുമേ അതിൽ നിന്ന് തേളിൻ്റെ കൂട്ടം കുതിര പോലിരിക്കുന്നു. വർഷം 1000 എത്തിയെന്നാൽ തന്നെ അത് കുത്തിയാൽ മാറാത്ത വേദന പൊന്നേ. വീണ്ടും അവർ മഴ കിട്ടുവാൻ മോഹിക്കുമേ, അപ്പോൾ കറുത്തൊരു മേഘവും വെളിവാകുമേ. മഴയുള്ള മേഘം എന്നവർ പറയുന്നതാ, ഉടൻ തന്നെ ഉഗ്രം പാമ്പുകൾ പെയ്യുന്നതാ. അതു കാഴ്ചയിൽ ഇബിലിൻ്റെ പിടലികൾ പോലെയാ, കടിച്ചാൽ അവസ്ഥയും മേൽ പറഞ്ഞതു തന്നെയാ. 7 എണ്ണമുണ്ടെന്നാണ് നരകത്തട്ടുകൾ, ജഹന്നമാ സുഹൃത്തുക്കളെ ഏറ്റം മുകൾ. അത് മുഅ്മിനീങ്ങളിൽ നിന്ന് ദോഷികൾക്കുള്ളതാ, അതിൽ നിന്നവർ പോയാൽ അതൊഴിവാകുന്നതാ.